പണിക്കർ സാറെ എങ്ങക്കറിയൂ ഈ നാട്ടിൽ എങ്ങനെ കൊഫെപ്പോസ ഉണ്ടായെന്ന്? കൊഫെപ്പോസ അഥവാ കൺസർവേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് പ്രിവെൻഷൻ ഓഫ് സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസ് ആക്ട് 1974 രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുറപ്പുള്ള വ്യക്തികളെ ഭാവിയിൽ ഈ പ്രവൃത്തികളിൽ ഉൾപ്പെടുമെന്ന് സംശയം തോന്നിയാൽ പ്രതിരോധമായി തടങ്കലിൽ വയ്ക്കുക, അതായത് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ നടത്തുന്ന നിയമമാണ് ഇത്. പ്രധാനമായും സാധനങ്ങളുടെ കള്ളക്കടത്തിന് പ്രേരിപ്പിക്കുന്നത്, കള്ളക്കടത്ത് സാധനങ്ങൾ ഒളിപ്പിക്കുക, കൊണ്ടുപോവുക അല്ലെങ്കിൽ സൂക്ഷിക്കുക, അവയിൽ ഇടപാട് നടത്തുക, കള്ളക്കടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ പാർപ്പിക്കുക, സംരക്ഷിക്കുക, വിദേശ നാണ്യത്തിൻ്റെ സംരക്ഷണത്തെയോ വർധനവിനെയോ ബാധിക്കുന്ന ലംഘനങ്ങൾ നടത്തുക, ഇതൊക്കെയാണ് ഈ നിയമത്തിന് കീഴിൽ പറയുന്ന കുറ്റകൃത്യങ്ങൾ. കൊഫെപ്പോസയുടെ കീഴിൽ വരുന്ന കുറ്റകൃത്യങ്ങൾ ആരെങ്കിലും ചെയ്തുവെന്ന് അന്വേഷണ സംഘത്തിന് പൂർണ്ണമായി ബോധ്യപ്പെട്ടാൽ കോടതി ട്രയൽ പോലും നടത്താതെ ആ വ്യക്തിയെ തടങ്കലിൽ വയ്ക്കാം. 1967 അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് അഥവാ UAPA, 1971 മെയിൻ്റനൻസ് ഓഫ് ഇൻ്റേണൽ സെക്യൂരിറ്റി ആക്ട് മിസ, 1980 നാഷണൽ സെക്യൂരിറ്റി ആക്ട് അഥവാ NSA, ഇതൊക്കെ കൊഫെപ്പോസ പോലെയുള്ള മറ്റ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ലോസ് ആണ്. ഈ കൊഫെപ്പോസ ഒരു സെൻട്രൽ ലോ ആണ്. ഗുണ്ടാ നിയമം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന കേരളത്തിലെ കാപ്പ നിയമവും ഒരു സ്റ്റേറ്റ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ലോയാണ്. 1970കളുടെ തുടക്കത്തിൽ കള്ളക്കടത്ത്, വിദേശ നാണ്യത്തിൻ്റെ നിയമവിരുദ്ധമായ ഒഴുക്ക്, അതോടൊപ്പം ദുരുപയോഗം, വിദേശ നാണ്യ നിയന്ത്രണങ്ങളുടെ ലംഘനം തുടങ്ങിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു. ഇതൊക്കെ സാമ്പത്തികമായി മാത്രമല്ല, ദേശീയ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും എല്ലാം ദോഷം വരുത്തുന്ന രീതിയിൽ വളർന്നു കഴിഞ്ഞിരുന്നു. അന്നുണ്ടായിരുന്ന കസ്റ്റംസ് നിയമങ്ങളും ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ നിയമങ്ങളൊന്നും സംശയത്തിൻ്റെ ബലത്തിൽ രഹസ്യമായി കള്ളക്കടത്തിലോ ഫോറിൻ എക്സ്ചേഞ്ച് വയലേഷൻസിലോ ഒക്കെ ഏർപ്പെട്ടിരിക്കുന്നവരെ ജയിലിലിടാൻ അനുവദിക്കുന്നതായിരുന്നില്ല. ആ സമയത്ത് കോടതി വിചാരണ കൂടാതെ രാജ്യസുരക്ഷയെ ലക്ഷ്യമാക്കി സംശയം തോന്നുന്ന ആളുകളെ കുറച്ചു കാലത്തേക്ക് ജയിലിലാക്കുന്ന നിയമം വന്നു. അതാണ് കൊഫെപ്പോസ. ഈ ജയിലിലിടുന്ന കുറച്ചു കാലമെന്ന് പറയുന്നത് 1 വർഷമോ 2 വർഷം വരെയൊക്കെ നീളുകയും ചെയ്യും. ഈയിടെ 2025 മാർച്ചിൽ ബാംഗ്ലൂർ വെച്ച് ഗോൾഡ് സ്മഗ്ലിംഗ് നടത്തിയ കന്നഡ നടി റന്യ റാവു, തെലുങ്ക് നടൻ തരുൺ രാജു എന്നിവരെ കൊഫെപ്പോസ അനുസരിച്ച് 1 വർഷം തടവിൽ വെച്ചിരുന്നു, അതും ജാമ്യം പോലും കൊടുക്കാതെ. എന്തുകൊണ്ട് ഈ നിയമം 1970കളിൽ വന്നു എന്നതൊരു ചോദ്യമാണ്. 1974 ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന YB ചവാൻ ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്ന കാലത്താണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ കൊഫെപ്പോസ കൊണ്ടുവന്നത്. 1974 ഡിസംബർ 19 ഇത് പ്രാബല്യത്തിൽ വന്നത്. 1970കളിൽ രാജ്യത്തെ ഏറ്റവും വലിയ എക്കണോമിക് പ്രോബ്ലം സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വിദേശ വസ്തുക്കളുടെയും കള്ളക്കടത്തായിരുന്നു. കൊഫെപ്പോസയുടെ ലക്ഷ്യം ഈ കള്ളക്കടത്ത് തടയുക, വിദേശ നാണ്യം സംരക്ഷിക്കുക, ഇല്ലീഗൽ ട്രേഡ് നെറ്റ്വർക്കുകളെയും ബ്ലാക്ക് മണിയെയും തടയുക ഒക്കെയായിരുന്നു. 1970കളിൽ ഇത്രയധികം സ്മഗ്ലിംഗ് നടക്കാൻ കാരണം ആരാണെന്ന് കൂടി അറിയണമല്ലോ. 1960-70 കാലഘട്ടത്തിൽ ബോംബെയിലെ ഏറ്റവും പ്രശസ്തനായ സ്മഗ്ലർ ഡോൺസിൽ ഒരാൾ ഹാജി മസ്താൻ, സുൽത്താൻ മിർസ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഹാജി മസ്താൻ മിർസയായിരുന്നു. സ്വർണം, ആഡംബര വസ്തുക്കൾ, ഇലക്ട്രോണിക്സ് എല്ലാം ഫിഷിംഗ് ബോട്ടുകളും നേവി റൂട്ടുകളും ഉപയോഗിച്ച് പോർട്ടുകളിലൂടെ കടത്തുകയാണ് ഹാജി മസ്താൻ ചെയ്തിരുന്നത്. 1975 മുതൽ 77 വരെ ഇന്ദിരാഗാന്ധി ഭരണത്തിൽ നടന്ന അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഹാജി മസ്താനെ കൊഫെപ്പോസ പ്രകാരം പിടിച്ച് ഈ 2 വർഷവും ജയിലിലിട്ടിരുന്നു. ഗുജറാത്തിലെയും ദമനിലെയും പോർട്ടുകളിലൂടെ സ്വർണവും ആഡംബര വാച്ചുകളും കള്ളക്കടത്ത് നടത്തിയിരുന്ന നൊട്ടോറിയസ് സ്മഗ്ലർ ആയിരുന്നു സുക്കൂർ നരേൻ ബാക്കിയ. ബാക്കിയെയും അടിയന്തരാവസ്ഥ കാലത്ത് കൊഫെപ്പോസ പ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരുന്നു. ഹാജി മസ്താൻ്റെ ഒപ്പം ചേർത്ത് പറയപ്പെടുന്ന 2 പേരുകൾ കൂടിയുണ്ട്, കരീം ലാലയും വരദരാജൻ മുതലിയാരും. മസ്താനെയും ബാക്കിയെയും പിടികൂടി ജയിലിലിട്ടത് കൊഫെപ്പോസയുടെ പവറിലായിരുന്നെങ്കിൽ കരീം ലാലയെയും വരദരാജനെയും പിടികൂടി ജയിലിലിട്ടത് മെയിൻ്റനൻസ് ഓഫ് ഇൻ്റേണൽ സെക്യൂരിറ്റി ആക്ട് 1971 എന്ന മിസ ആക്ടിൻ്റെ പവറിലായിരുന്നു. ഹാജി മസ്താൻ ഒഴികെ മറ്റാരും അധികകാലം ജയിലിൽ കിടന്നിരുന്നില്ല. ഓരോ വർഷവും 1000 കോടി രൂപയുടെ ഗോൾഡും ഫോറിൻ എക്സ്ചേഞ്ചൊക്കെയാണ് ഇവരൊക്കെ കൂടി കള്ളക്കടത്ത് നടത്തിയിരുന്നത്. ഇത് ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന നോർമൽ കസ്റ്റംസ് നിയമങ്ങളൊന്നും ഈ കള്ളക്കടത്തിനെ തടയാൻ കഴിയുന്നതായിരുന്നില്ല. ആരെയെങ്കിലും പിടികൂടിയാൽ തന്നെ ഒന്നെങ്കിൽ അവർ ജാമ്യവും വാങ്ങി എളുപ്പത്തിൽ പുറത്തു പോകും, അല്ലെങ്കിൽ കോടതി വിചാരണയ്ക്ക് മുൻപേ മുങ്ങുകയും ചെയ്യും. അതുകൊണ്ട് 1974 ഗവൺമെൻറ് കൊഫെപ്പോസ കൊണ്ടുവന്നു. കോടതി വിചാരണ വേണ്ടാതെ പിടിച്ച് ജയിലിലിടാം. കൊഫെപ്പോസയുടെ ഏറ്റവും വലിയ പവർ എന്നത് കള്ളക്കടത്ത് നടത്തുന്നു എന്നുള്ള സംശയത്തിൻ്റെ പേരിൽ ആരെ വേണമെങ്കിലും കോടതി വിചാരണ പോലുമില്ലാതെ മാസങ്ങളോളം ജയിലിൽ പിടിച്ചിടാം, സ്വത്തുക്കൾ മരവിപ്പിക്കാം, കണ്ടുകെട്ടാം എന്നതൊക്കെയായിരുന്നു. കോടതികൾ ഇടപെടാറ് പോലുമില്ലായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ട്രോങ് ആണെങ്കിൽ പിന്നെ ഇറങ്ങിപ്പോരാൻ കഴിയുമായിരുന്നില്ല. കള്ളക്കടത്തുകാർ, അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന രാഷ്ട്രീയക്കാർ, ഫൈനാൻസ് ചെയ്തിരുന്ന ബിസിനസ്സുകാർ എന്നിങ്ങനെയുള്ളവരെയൊക്കെ പിടിച്ച് ജയിലുകളിലാക്കി.
കള്ളക്കടത്തുകാരെ വിറപ്പിച്ച, കടൽ തീരങ്ങൾ നിശബ്ദമാക്കിയ, സ്വർണ്ണപ്പാതകളെ ഇരുട്ടിലാക്കിയ ഇന്ത്യൻ ചരിത്രത്തിലെ അധോലോക വാഴ്ചയുടെ അന്ത്യം കുറിച്ച നിയമമായിരുന്നു കൊഫെപ്പോസ. കൊഫെപ്പോസയെയും മിസയെയും ഉപയോഗിച്ച് അടിയന്തരാവസ്ഥ കാലത്ത് ഒരുപാട് പേരെ പിടിച്ച് ജയിലിലിട്ടതോടെ കള്ളക്കടത്തും അണ്ടർവേൾഡ് സിൻഡിക്കേറ്റും ഒക്കെ നശിച്ചു. പക്ഷേ അടിയന്തരാവസ്ഥ കാലഘട്ടം കഴിഞ്ഞതും ജയിലിലാക്കിയ ഒട്ടുമിക്ക ആളുകളെയും പുറത്തിറക്കി വിട്ടു. ഹാജി മസ്താൻ രാഷ്ട്രീയത്തിലേക്ക് പോയി. നിശ്ചലമായിരുന്ന ബോംബെ അണ്ടർവേൾഡ് വീണ്ടും പതുക്കെ ഉദയം കൊണ്ടു. പിന്നീട് ഇതൊക്കെ ഭരിച്ചിരുന്നത് പുതുതലമുറയിലെ ആളുകളായിരുന്നു, പ്രധാനമായും ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഡി കമ്പനി. പൃഥ്വിരാജ് വൈശാഖ് ടീമിൻ്റെ ഖലീഫയിൽ പറയുന്ന മാമ്പറക്കൽ അഹമ്മദ് അലി അങ്ങനെ ഒരു ക്യാരക്ടർ ഇന്ത്യൻ ചരിത്രത്തിലില്ല. പക്ഷേ ആ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന ബിൽഡപ്പ് അത് ഹാജി മസ്താൻ, സുക്കൂർ നരേൻ ബാക്കിയ, വരദരാജൻ മുതലിയാർ എന്നീ അധോലോക രാജാക്കന്മാരുടെ ഒപ്പമാണ്. ഇവരൊക്കെ ഇന്ത്യൻ അധോലോകം അടക്കി ഭരിച്ചിരുന്നവരായിരുന്നെങ്കിലും 70കളിലെ ഇവരുടെ ശക്തി ഇന്ത്യക്ക് പുറത്തു അറിയപ്പെടുമായിരുന്നു. മാമ്പറക്കൽ അഹമ്മദ് അലിയുടെ പേരക്കുട്ടി ആമിർ അലിയുടെ സാമ്രാജ്യം വളരെ വലുതാണ്. മിഡിൽ ഈസ്റ്റ്, ലണ്ടൻ, നേപ്പാൾ, പിന്നെ ഇന്ത്യയും. ഹാജി മസ്താൻ, സുക്കൂർ നരേൻ ബാക്കിയ, വരദരാജൻ മുതലിയാർ ഇവരുടെ ഒപ്പം മാമ്പറക്കൽ അഹമ്മദ് അലിയായി മമ്മൂക്കയുടെ ഒരു ഫ്ലാഷ് ബാക്ക് സീനെങ്കിലും ഉണ്ടെങ്കിൽ അപ്പ കാണാം മമ്പറം പള്ളിയിലെ ഉറൂസ്. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.